ഹേയ് ഗുഡ് പീപ്പിൾ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു റെസിപ്പി ലിങ്ക് കൂടി ഷെയർ ചെയ്യാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഫസ്റ്റ് ടൈം ഇത് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊന്നും അധികം ഫേമസ് അല്ലാത്തത് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് കേട്ടോ. നമ്മുടെ കക്കറൊട്ടി എന്ന് അതിൻ്റെ പേര് പോലും പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. കണ്ണൂർ സ്റ്റൈൽ ഫുഡാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തൽ എന്ന് പറയും. ഞാൻ കഴിച്ചിട്ടുമില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാത്തൊരു സാധനമായത് കേട്ടോ. ഞങ്ങൾ ആലപ്പുഴ സൈഡ്, അപ്പം എൻ്റെ നാട്ടിൽ ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല, ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചു വെച്ചേക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പരീക്ഷണമാണ്, എന്നാലും നിങ്ങളും കൂടി കാണും ഞാൻ പരീക്ഷിക്കുന്നത്. അപ്പം ഇന്നത്തെ ആ വീഡിയോ അതാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഫുൾ വീഡിയോയിൽ അത് മൊത്തം കാണാം കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചതാണ്. അപ്പം ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു ചാനലിനകത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചത് അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോ മൊത്തത്തിൽ കണ്ടാലോ? പമ്പാ. നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മുടെ അരിപ്പൊടിക്കകത്തിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അരിപ്പൊടി മേടിച്ചായിരുന്നു ഒരു കവർ കേട്ടോ. ഇതൊരു 1/2 കിലോയുടെ കവറാണേ. ഈ ഒരു 1/2 കിലോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ കവർ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മൽപ്പിടുത്ത് വേണേ കണ്ടത്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഓൾറെഡി കഴുകിയൊക്കെ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കഴുകിയത് ഞാനല്ല, ഗ്ലോറി ആട്ടോ. എനിക്ക് ചിക്കനും മീനൊക്കെ തൊടാൻ ഒരു ഇച്ചിരി അറപ്പല്ല, പക്ഷെ ഒരു ചെറിയ പേടിയാണോ എന്ന് വെച്ചാൽ പേടിയല്ല, അറപ്പാണോ എന്ന് വെച്ചാൽ അറപ്പുമല്ല. പക്ഷെ അങ്ങനെ ഒരു രണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അവൾ ഓൾറെഡി അത് കഴുകി ക്ലീൻ ചെയ്തൊക്കെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട്, അരിപ്പൊടിക്കകത്ത് നമ്മൾ ഇടേണ്ട സാധനങ്ങൾ നമ്മുടെ തേങ്ങ, അതിനകത്തിൽ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇൻ കേസ് നമ്മുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവോള ഇട്ടാൽ മതി കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി എളുപ്പം ഇടാനില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ സവോള അരിഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് പറ്റിച്ചെല്ലാരെയും കേട്ടോ. അപ്പം ഞാൻ സവോളയാണ് കുഞ്ഞുള്ളിയായിട്ട് ഇട്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കും. പിന്നെ ഞങ്ങൾ ഈ തേങ്ങ തിരുമ്മിയത് ഫ്രോസൺ ആക്കിയാണ് എടുത്തത്. അതാണ് ഈ കവറിനകത്തുനിന്ന് എടുത്തത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ ഇങ്ങനെ തിരുമിയിട്ട് ഫ്രോസൺ ആക്കി കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ എടുക്കും. അപ്പോൾ ചില സമയങ്ങളിൽ ഇതിങ്ങനെ അരയ്ക്കുന്നതൊക്കെ സമയങ്ങളിൽ ചിലപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും കേട്ടോ. ഈ ഫ്രോസൺ ആവുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം അത് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഫ്രോസണായിട്ടൊരു തേങ്ങാപ്പീര കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ഇച്ചിരി പാടാണ്. കാരണം നമ്മുടെ ഈ ഫ്രോസൺ തേങ്ങാപ്പീരയ്ക്കകത്തുനിന്ന് തേങ്ങാപ്പാൽ അധികം വരത്തില്ല. അപ്പം അതിനൊക്കെ തേങ്ങാപ്പാൽ എടുക്കാനാണെങ്കിൽ ഇത് അത്ര നല്ലതല്ല കേട്ടോ. പക്ഷേ അരച്ചെടുക്കാനൊക്കെ ആണെങ്കിൽ സംഭവം നല്ലതാണ്. അപ്പം ഞാനിത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയായിട്ടിരുന്നുകൊണ്ട് കുറേ അരച്ചിട്ടാണ് ഞാൻ ആയത്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ തേങ്ങയുടെ അരപ്പൊക്കെ നമ്മുടെ അരിപ്പൊടിക്കകത്തിലിട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തേങ്ങാപ്പീര അരിപ്പൊടിക്കകത്ത് നല്ലതായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാവും. അതുവരെ നല്ലതായിട്ട് ഇളക്കിയിട്ട്, ഞാൻ ജസ്റ്റ് സ്പൂൺ ഇട്ട് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. ആദ്യമേ നല്ലതായിട്ട് സ്പൂൺ ഇട്ടിട്ട് ഈ അരിപ്പൊടി തേങ്ങാപ്പീരയും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് രണ്ടും ഒരുപോലാക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പീര ഇട്ടപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി, അതാണ് രണ്ടാമത് ഇട്ടത്. ഉപ്പ് ഞാൻ എപ്പോൾ ഇട്ടാലും ഇങ്ങനെ വെതർ ഇടും കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മ എന്നോട് പറയും എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നോർമലി ഇട്ടാൽ പോരെയെന്ന്. പക്ഷെ ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്ത് എൻ്റെ ശീലമാണ് ഇങ്ങനെ വെതർ ഇടുന്നത് കേട്ടോ. ചിലപ്പോൾ അത് നല്ല, നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ അങ്ങനെ ഉപ്പിടുന്നത് നല്ലതാണ്. ഇതിനൊന്നും ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഈവനായിട്ടാണല്ലോ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ തിളച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത് കേട്ടോ. നമ്മൾ സാധാരണ കുഴയ്ക്കുമ്പോൾ ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നോർമൽ വാട്ടറാണ് കുഴയ്ക്കുന്നത്, നോർമൽ വാട്ടർ ഇട്ടിട്ടാണ് കുഴയ്ക്കുന്നത്. പക്ഷേ ഇതിന് നമ്മൾ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കൈ ഇട്ട് കുഴയ്ക്കാത്തത് കേട്ടോ. സ്പൂൺ തന്നെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇത് നല്ലതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഒരുമിച്ച് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവത്തില്ല. ഇത് നമ്മുടെ പുട്ട് നനയ്ക്കുന്നതിനൊക്കെ കുറച്ചും കൂടി വെള്ളം വേണ്ടി വരുന്നൊരു ഇതാണ് കേട്ടോ. അപ്പം നമ്മുടെ കൊഴുക്കട്ടയ്ക്കൊക്കെ കുഴക്കത്തില്ലേ, അതിന് കുഴയ്ക്കുന്ന പാകത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പം കുറച്ചായിട്ട് നമ്മുടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചൂടോടുകൂടി തന്നെ, നമ്മൾ ചൂട് മാറിയിട്ടല്ല കൈയിട്ട് കുഴയ്ക്കേണ്ടത്. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെതിയെ ചെറിയ ചൂടോടുകൂടി തന്നെ അങ്ങ് കൈയിട്ട് കുഴച്ചെടുക്കുവാണേ. ഇത് നല്ലതായിട്ട് കൈയിട്ട് കുഴച്ചിട്ട് ഒരു ബോൾ പോലാക്കി. അപ്പോൾ നമ്മൾ കൈയിട്ട് കുഴയ്ക്കുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി മനസ്സിലാവും കേട്ടോ. നമ്മുടെ ഈ കൊഴുക്കട്ടയ്ക്കൊക്കെ കുഴക്കത്തില്ല, ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുഞ്ഞ് ഷേപ്പ്, നമ്മൾ ഉണ്ടയാക്കിയിട്ട് ഷേപ്പ് വരത്തില്ല കേട്ടോ, പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ഒത്തിരി വെള്ളം കൂടി പോവുകയും ചെയ്യരുത്. ഇൻ കേസ് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടി കുറച്ചും കൂടി ഇടണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസും കുറച്ച് ഇടേണ്ടി വരും, കുറച്ച് ഉപ്പോ ഒക്കെ. അതിനനുസരിച്ച് നമ്മൾ നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇങ്ങനെ ഉരുട്ടുമ്പം നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പാകമാണെങ്കിൽ, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുമില്ല, എന്നാൽ നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിലാണെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. അപ്പം ഞാൻ നല്ലതായിട്ട് ആ ചെറിയ ചൂടോടുകൂടി തന്നെ കൈയിട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ചൂടാറിയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുഞ്ഞു ബോൾസ് ആക്കി മാറ്റുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കിത് ചൂട് മാറാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂട്
മാറുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഭയങ്കര ചൂടോടുകൂടി കൈ ഇട്ട് കുഴയ്ക്കാൻ നിന്നാൽ കൈ പൊള്ളിപ്പോത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ആരും ട്രൈ ചെയ്യല്ലേ. ചൂടൊന്ന് മാറി ചെറിയ ചൂടോട് നമുക്ക് കൈയിടാൻ പാകത്തിനുള്ള ചൂട് വരുന്ന മാത്രം ആ സമയത്ത് മാത്രമേ നമ്മൾ കൈ ഇട്ടിട്ട് കുഴയ്ക്കാവൂ. എന്നിട്ട് ചൂടൊന്ന് മാറിക്കഴിയുമ്പം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി നമ്മൾ എടുക്കണം കേട്ടോ. നമ്മൾ എത്രയും കുഞ്ഞതായിട്ട് എടുക്കാൻ പറ്റുന്നോ അത്രയും എടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് വലുപ്പം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അതുമാത്രമല്ല അതിനകം വേകാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് അല്ലെങ്കിൽ കുഞ്ഞു ബോൾസ് ആയിട്ട് നമ്മൾ ഉരുട്ടി ഇതിങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുഞ്ഞതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ഒരു അങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ജസ്റ്റ് നടുക്ക് ഇങ്ങനെ ഒരു കുഴി പോലെ വരുന്ന ഒരു ഷേപ്പ് കിട്ടും. അതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഷേപ്പ്. ഞാൻ കണ്ട വീഡിയോസിൽ എല്ലാ ആൾക്കാരും ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് ഫോളോ ചെയ്തത്. ഇൻ കേസ് നമുക്ക് നോർമലി വട്ടത്തിൽ മാത്രമാണെങ്കിൽ അപ്പം അത് പക്ഷേ പിടിയുടെ ഒരു കൺസിസ്റ്റൻസി പോലെയാവും. കൺസിസ്റ്റൻസി അല്ല ഒരു ഷേപ്പ് പോലെയാണ്. നമ്മൾ ഈ പിടിയും കോഴിക്കറി എടുക്കത്തില്ല. ഏകദേശം ഇത് രണ്ടിലും ഒരു സിമിലാരിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. രണ്ടും മറ്റേ പിടിയും കോഴിക്കകത്തിൽ രണ്ടും രണ്ടായിട്ട് എടുക്കുകയും ഇത് ഒരുമിച്ചാക്കുന്നു. പിന്നെ ചെറിയ ഇൻഗ്രീഡിയൻസിലൊക്കെ ഡിഫറൻസ് വരുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം മാക്സിമം അതിനകത്തൊരു ചെറിയ കുഴി ഇടാൻ ശ്രമിക്കണേ. എന്നിട്ട് ഞാനപ്പോൾ ഇങ്ങനെ എല്ലാത്തിനകത്തും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നടുക്ക് ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് ആക്കി എടുത്ത് എല്ലാം ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിത് വേവിക്കുന്നത് വെള്ളത്തിനകത്തിലിട്ടല്ല കേട്ടോ, നമ്മൾ ആവി കൊടുത്താണ് വേവിക്കുന്നത്. അപ്പം ഞാനൊരു ഇഡ്ഡലി കുട്ടം എടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി ഒഴിക്കുന്ന തട്ട് തന്നെയാണ് വെച്ചത് കേട്ടോ. നമ്മുടെ നോർമൽ തട്ടല്ല വെച്ചത്, ഇഡ്ഡലി ഇടുന്ന തട്ട് തന്നെയാണ് വെച്ചത്. അത് എന്തിനാ അങ്ങനെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒത്തിരി സാധനം ഇല്ലേ. അപ്പം നമ്മുടെ നോർമൽ തട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ അടുക്കി വെക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് വെന്ത് കിട്ടുന്നത് ഇച്ചിരി കുറവായിരിക്കും. അത് മാത്രമല്ല എല്ലാം അങ്ങ് ഒരുമിച്ച് അങ്ങ് ഒട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഇതിനകത്തിലെടുത്തത്. അപ്പോൾ ഇതിനകത്ത് നല്ലതായിട്ട് എണ്ണയൊക്കെ തടവി ആ തട്ട് നല്ലതായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഈ എണ്ണ തടവുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ അടുക്കി വെക്കുമ്പം ഇപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ തടവുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓരോ കുഴിക്കകത്തിലും കറക്റ്റ് എണ്ണത്തിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ അങ്ങനെ അധികം അങ്ങ് വെച്ച് കൊടുക്കരുത്. ഒരു ഏകദേശമൊക്കെ അതിനകത്തിൽ ഇരിക്കാൻ പാകത്തിനുള്ള അത്രയൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 തട്ടിനകത്തിലും കറക്റ്റായിട്ട് ഒത്തിരി ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ മാക്സിമം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. കാരണം അടുത്ത തട്ട് വരുമ്പോഴും നല്ലതായിട്ട് ആവി കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു പാകത്തിന് ഞാൻ എല്ലാത്തിനും അതിൽ നല്ലതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞു ബോൾസ് ഇങ്ങനെ എടുക്കുമ്പം ശരിക്കും സൂക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത് പൊട്ടിപ്പോകും. നമ്മളിപ്പോൾ കൈ കൊണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തിൽ ഇങ്ങനെ പൊട്ടിപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പേ അങ്ങ് മാറിപ്പോൾ. അപ്പോൾ പിന്നെ കാണാനും ഒരു രസം കാണത്തില്ല. നമ്മളിപ്പോൾ എന്തോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പോളിസി ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കുക്ക് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ കുക്ക് ചെയ്യുമ്പം ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ എത്തണം, അങ്ങനെ ഒരു തോട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു തോട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പം ഞാനത് നല്ല സൂക്ഷിച്ച് ഭയങ്കര സമയം എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. എന്നിട്ട് ഞാനതെല്ലാം നല്ലതായിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിനകത്തിലാക്കിയിട്ട് വെച്ച് കേട്ടോ. ഇത് കുഴച്ച് കഴിഞ്ഞപ്പം നമ്മുടെ കൈ മൊത്തം അരിപ്പൊടിയുടെ ആ ഒരു പാടായി കേട്ടോ. നല്ല ഈ മെഹന്തിയൊക്കെ ഇടുന്ന കണക്ക് മൊത്തത്തിൽ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ട് ഇതൊന്ന് ആവി കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് വന്നായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് നല്ല ഭാഗ്യമാണ്. അവരൊന്നും അറിഞ്ഞിട്ടല്ല വന്നത്. അവർ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ എൻ്റെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് പോയാൽ മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വന്നതല്ലേ അവർ ശരിക്കും ടയേർഡായി കേട്ടോ. കാരണം നമ്മുടെ പ്രോഗ്രാമിന് ഡ്രസ്സൊക്കെ റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ നോക്കാനാണ് അവർ പോയത്. അപ്പോൾ അവർ രണ്ടുപേരും കഷ്ടം, അവർ രണ്ടുപേരും മാത്രമാണ് ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അവർ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്ന് അച്ചപ്പവും കൊള്ളപ്പവും എല്ലാം കൊടുത്ത് ആ ഒരു ചെറിയ വിശപ്പൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ അടുക്കളയിലോട്ട് കയറി കേട്ടോ. അവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എനർജിയായി. കാരണം എനിക്ക് ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യുമ്പം അത് കുറച്ചും കൂടി സന്തോഷമാണ്. അപ്പം അവരെല്ലാവരും വന്നപ്പം ഞാനിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് മാറ്റുമായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ കറി വേണ്ടത് കേട്ടോ. നമ്മളിനി ചിക്കൻ കറി ആക്കിയിട്ട് നമ്മളിപ്പോൾ ആക്കി വെച്ചേക്കുന്ന ആ കുഞ്ഞു ബോൾസ് ഇല്ലേ, അത് ആ ചിക്കൻ കറിക്ക് അകത്തിലോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കക്കറൊട്ടി അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തൽ എന്ന് പറഞ്ഞ സംഭവം റെഡിയാവുന്നത് കേട്ടോ. കേൾക്കുമ്പോൾ നിസ്സാരമാണ്, ശരിക്കും പറഞ്ഞാൽ വലിയ പാടില്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മുടെ ആ ഒരു കക്കറൊട്ടിക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിയുടെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ എത്രമാത്രം നമ്മുടെ ആ ഒരു ഗ്രേവി സെറ്റ് ആവുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ആ കക്കറൊട്ടിക്കും കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് ബീഫ് ഇട്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ബീഫ് അവൈലബിൾ അല്ലാഞ്ഞതുകൊണ്ടാണ് ചിക്കൻ ഇട്ടുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് മാറ്റിയ സമയം കൊണ്ട് നമ്മുടെ ഈ ബോൾസ് എല്ലാം നല്ലതായിട്ട് വെന്ത് വന്നായിരുന്നു കേട്ടോ. ഇതിന് അധികം സമയം വേണ്ട കേട്ടോ. നമ്മൾ ജസ്റ്റ് നോർമലി കൊഴുക്കട്ടയൊക്കെ അത്ര കൊഴുക്കട്ട വേവുന്ന സമയം പോലും വേണ്ട. കാരണം ഇതിനകത്തിൽ ഫില്ലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളിതിന് കംപ്ലീറ്റ് ആയിട്ട് ആറിക്കഴിഞ്ഞിട്ടേ നമ്മൾ
നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാവൂ. കാരണം ഭയങ്കര ചൂടോടുകൂടി നമ്മൾ എടുക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോയി, അതിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങ് മാറും. അപ്പം നല്ലതായിട്ട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി അങ്ങ് വെച്ച് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ച് അതിനകത്തിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട്, ഞങ്ങൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ കോക്കനട്ട് ഓയിലും ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന എല്ലാ മസാലയും ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഈവൻ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കടുക് പോലും ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. എൻ്റെ മമ്മിക്കാണെങ്കിൽ ഈ കടുക് പോലും കഴുകിയല്ലാതെ അമ്മ ഉപയോഗിക്കത്തില്ല. അപ്പം മമ്മി ഞങ്ങൾ നാട്ടിൽ നിന്ന് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ കടുകൊക്കെ കഴുകി ഉണക്കി ഞങ്ങൾക്ക് തന്നു വിടും കേട്ടോ. മമ്മി മാത്രമല്ല, ഗ്ലോറിയുടെ മമ്മി ആണെങ്കിലും എല്ലാ സാധനവും കഴുകി വൃത്തിയാക്കി ഞങ്ങൾക്ക് തന്നു വിടുന്നത് കേട്ടോ. അങ്ങനെ ഒരു പോളിസി ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് ഇഷ്ടമല്ല കഴുകാതെ ഈ കടുകാണെങ്കിലും നമ്മുടെ സ്പൈസസ് ആണെങ്കിലും ഒന്നും ഉപയോഗിക്കുന്നത്. ഈ സ്പൈസസ് എല്ലാം ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇതെല്ലാം നല്ലതായിട്ട് കഴുകി നമ്മുടെ വെയിലത്ത് വെച്ച് ഉണക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഈ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ സ്പൈസസിൻ്റെ ആ ബോട്ടിലിനകത്തു നിന്ന് ഓരോന്നിങ്ങനെ തപ്പിപ്പിടിക്കാൻ ശരിക്കും പാടുപെട്ട് കേട്ടോ. കാരണം കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ നല്ല പാടായിരുന്നു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെ കുപ്പി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്തൊന്നും കൂടി കുറേ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒത്തിരി കറുത്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി മതി കേട്ടോ. ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഓണിയൻ ഇട്ട് കേട്ടോ. ഓണിയൻ ഇട്ട് കഴിയുമ്പം ഞങ്ങൾ എപ്പോഴും കുറച്ച് സോൾട്ട് ഇടും കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുന്നത് ഞങ്ങൾക്ക് പതിവ് കേട്ടോ. ഞാൻ എപ്പോഴും ഓണിയൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പിടും. അപ്പം നല്ലതായിട്ട് എളുപ്പം നിങ്ങൾ വഴണ്ട് കിട്ടും. ചില ആൾക്കാർ ഇങ്ങനെ ചെറിയ തോതിൽ ഷുഗർ ഇടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഷുഗർ എടുത്തില്ല കേട്ടോ. എനിക്ക് പേടിയാണ് കറിക്കകത്ത് മധുരം കൂടി പോകുമെന്ന്. അപ്പം ഞാൻ ഇച്ചിരി സോൾട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒണിയൻ വഴലുള്ള സമയം കൊണ്ട് ഞാനൊരു എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ട് ആഷ്ലെറ്റ് നോയമ്പാന്ന് പിന്നാണ് അവൾ പറയുന്നത് കേട്ടോ. ഈ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നതെന്നും സംഭവം നോൺ വെജ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൾ ഇതൊന്നും ഓർത്തില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ പറയാം, എടി ഞാൻ നോയമ്പായിരുന്നു എന്തോ ചെയ്യുമെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് സങ്കടം തോന്നി. ഇനിയിപ്പോൾ അവൾക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് പിന്നെ സങ്കടം തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവൾക്ക് മുട്ടയ്ക്ക് നോമ്പില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് ഈ സെയിം നമ്മുടെ ആ ഗ്രേവിയിൽ എഗ്ഗ് ഇട്ടിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ആരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും സംഭവം ഒന്നല്ലേ, എന്തായാലും സംഭവം ഗ്രേവി അല്ല ഒന്നാണ്, നമ്മുടെ ആ ബോൾസും ഒന്നാണ്, എന്നെങ്കിൽ പിന്നെ മുട്ട മാത്രം മാറ്റിയെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പിന്നെ മുട്ടയെല്ലാം ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ബോയിലായിരുന്ന സമയം കൊണ്ട് നമ്മുടെ ഒണിയനും വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിനകത്തിലോട്ട് ഞങ്ങളുടെ സ്പൈസസ് പൊടികളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ ഗരം മസാലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ചിക്കൻ മസാല ഒന്നും ഞങ്ങൾ ഇടാറില്ല കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു കവർ പൊടികളും ഞങ്ങൾ യൂസ് ചെയ്യാറില്ലേ. ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഗരം മസാല ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ചിക്കൻ കറിയിൽ എപ്പോഴത്തെ മസാല ഈ സെയിം ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഇതിനൊരു ചേഞ്ച് വരത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചിക്കൻ കറിയിലെ എല്ലാ മസാലയും ഈ സെയിം സംഭവങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾ എപ്പോൾ ഉണ്ടാക്കിയാലും ചിക്കൻ കറി നല്ലതാണേ. ചിക്കൻ മാത്രമല്ല, ഇൻ കേസ് ഞങ്ങൾ ബീഫ് ഉണ്ടാക്കുവാണെങ്കിലും അതിൻ്റെതും നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മസാല കൊണ്ടൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റ് ആകട്ടോ. നല്ല മസാലയുടെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുവേ. നിങ്ങളിനി വേറെ രീതിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ശരിക്കും ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമ്മുടെ ടൊമാറ്റോയും കൂടി ഇടണം കേട്ടോ. ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങളിങ്ങനെ ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ ഇടാറാണ് പതിവ്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാറില്ല. പക്ഷേ ഇപ്പം നമുക്ക് ആ എഗ്ഗിനകത്തിലോട്ട് ഗ്രേവി ഇടണമല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ട് ഗ്രേവി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തേ. ആ സമയം കൊണ്ട് ഞാൻ എഗ്ഗെല്ലാം നല്ലതായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു എഗ്ഗേ എടുത്തുള്ളൂ, കാരണം ഒരാൾക്ക് മതിയല്ലോ. അപ്പം ഞാൻ ഒരു എഗ്ഗ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഞാൻ എപ്പോൾ എഗ്ഗ് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാലും എഗ്ഗ് ഒന്ന് കഴുകും കേട്ടോ. നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ചെയ്യുവാണല്ലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമ്മൾ ഈ മുട്ടയൊക്കെ പൊളിച്ച് കഴിയുമ്പം ഒന്നും കൂടി കഴുകിയില്ലെങ്കിൽ. അതുകൊണ്ട് ഞാനതൊന്നും നല്ലതായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ 4 പീസസ് ആയിട്ട് ഞാനിങ്ങനെ മുറിച്ചെടുത്തു. ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രേവി എല്ലാം എഗ്ഗിനകത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് പിന്നെ ആ മുറിച്ച എഗ്ഗിനകത്തിലോട്ട് ഞാൻ ഈ ഗ്രേവി നല്ലതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ആവശ്യത്തിനുള്ള ഒരാളുടെ ആവശ്യത്തിനുള്ള പരുവത്തിന് മാത്രമേ ഞാൻ ഗ്രേവി മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഗ്രേവി നല്ലതായിട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് നമ്മുടെ ഈ ഗ്രേവി നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഈ ചിക്കനൊക്കെ ആഡ് ചെയ്യുമ്പോഴും ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും കീർത്തി ഇതിൻ്റെ സൈഡിൽ നമ്മുടെ സ്ലാബിലിരുന്ന് ഓരോന്ന് കണ്ടുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ വന്നതുകൊണ്ട് ശരിക്കും ഫണ്ണായിരുന്നു. ഫണ്ണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കിച്ചണിലൊക്കെ നിന്ന് തന്നെത്താനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാതെ ഞാനും ഗ്ലോറിയും മാത്രമേ ഉള്ളെങ്കിലും ഞങ്ങൾ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ബിസി ആയിട്ട് നിൽക്കും. പക്ഷേ ഇവർ വന്നപ്പം ശരിക്കും നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ എൻഗേജ് ആയിപ്പോയി, ചെയ്ത ജോലിയൊന്നും അറിഞ്ഞില്ല, നമ്മൾ ടയേർഡ് ആയതുമില്ല. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ഹാപ്പിയായി. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പം വേറൊരാൾ കഴിക്കുമ്പോൾ അവരുടെ ഒരു അഭിപ്രായം കേൾക്കുന്നത് ഭയങ്കര സന്തോഷം. എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ.
ഞങ്ങളിങ്ങനെ ചെറിയ വൈബിൽ പാട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഓരോന്ന് കുക്ക് ചെയ്തത്. അതിനിടയ്ക്ക് അവർ സംസാരിക്കുന്നുണ്ട്, ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് നമ്മുടെ തേങ്ങയ്ക്കകത്തിൽ കുറച്ച് സവോള അരിഞ്ഞതും പിന്നെ നമ്മുടെ ചെറിയ ജീരകം കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. ഇത് ചെയ്യുന്നത് നമ്മുടെ കറിയില്ലേ, കറി ഒന്ന് വെന്ത് വരുമ്പം അതിനകത്തിലോട്ട് ചേർക്കാനുള്ള തേങ്ങയുടെ മിക്സാണ് കേട്ടോ, അരപ്പാണ് ഇത്. അപ്പോൾ ഇതിനകത്തൊരു ഇച്ചിരിയും കൂടി വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇത് നല്ലതായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ഇതിങ്ങനെ അരക്കേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ തേങ്ങാപ്പീര എടുത്ത് വെളിയിൽ വെച്ചായിരുന്നു കേട്ടോ. ആദ്യമേ എനിക്ക് അബദ്ധം പറ്റി ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് അരച്ചതുകൊണ്ടാണ് കട്ടയായിട്ട് കിടന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം കൊണ്ട് വെളിയിൽ വെച്ചതുകൊണ്ട് നല്ലതായിട്ട് അരയ്ക്കാൻ പറ്റി കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തുന്നുണ്ടായിരുന്നേ. ഞാനിതെല്ലാം അരച്ചുകൊണ്ടിരിക്കുമ്പോൾ കീർത്തി അവിടെ നിന്ന് എനിക്ക് ഓരോ ഡയറക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ശരിക്കും ചിരിയും കൂടി വരുമായിരുന്നേ. ഞാനും കീർത്തി ഒരേ നാട്ടുകാരിയാണ്, പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നേ പിന്നെയാണ് ആദ്യമായിട്ട് കാണുന്നത്. എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് 1 വർഷം അറിയത്തുപോലും ഇല്ലായിരുന്നു ഇവിടെ എൻ്റെ നാട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ എൻ്റെ വീടിനടുത്തു നിന്നായിരുന്നെന്ന്. പിന്നെ കുറേ നാൾ കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് പോലും ഞങ്ങൾ രണ്ടുപേരും ഒരിടത്തു നിന്നാണ് വരുന്നതെന്ന്. കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തേങ്ങയൊക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന നമ്മുടെ ആ ഒരു കുഞ്ഞു ബോൾസില്ലേ അരിപ്പൊടിയുടെ, അത് നമ്മൾ നല്ലതായിട്ട് ഓരോ പീസസ് ആയിട്ട് ഭയങ്കര സൂക്ഷിച്ചാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ പെർഫെക്ഷൻ ശരിക്കും മാറ്റേഴ്സ് ആണ് കേട്ടോ. ഞാൻ എന്തോ ചെയ്താലും എനിക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരണം, അല്ലെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയും അതിൻ്റെ ഒരു കറക്റ്റ് എന്താ പറയുന്നത് അതുപോലെ ഇരിക്കണം എന്നൊക്കെ ഒരു ചിന്ത വരെയുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്കത് പൊട്ടിപ്പോകല്ലോ എന്നുള്ളൊരു ഭയങ്കര ഇതുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് പൊട്ടിപ്പോവല്ലേ എന്നുള്ള രീതിയിൽ പതിയാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഞാൻ നല്ലതായിട്ട് എല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രേവി നമ്മൾ ചൂടാക്കാൻ വെച്ചു കേട്ടോ. ഇങ്ങനെ ചൂടാക്കി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ തേങ്ങയുടെ ആ മിക്സ് ഇടും കേട്ടോ. ഈ 2 കറിക്കകത്തിലും നമ്മൾ തേങ്ങയുടെ മിക്സ് ഇടണം. അപ്പോൾ അതുകൊണ്ട് അവളുടെ ഞാൻ പ്രത്യേകം ആക്കുവാണേ. അവൾക്ക് നോയമ്പായതുകൊണ്ട് പ്രത്യേകം ഞാൻ ആക്കിയായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തിലോട്ട് ജസ്റ്റ് ഇനിയും നമ്മുടെ തേങ്ങയുടെ മിക്സും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ആ ചെറിയ ബോൾസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ അതിനാവശ്യത്തിനുള്ള തേങ്ങയുടെ മിക്സും ആഡ് ചെയ്ത് നല്ലതായിട്ട് അതൊന്ന് ഇളക്കി അതിനൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ യോക്കും എല്ലാം നല്ലതായിട്ട് ആ കറിക്കകത്തിൽ യോജിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിക്കൻ കറിയുടെ ഗ്രേവിയേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ ഗ്രേവി ആയിരുന്നു കേട്ടോ. സീരിയസ്ലി പറയാം, ഇത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇൻ കേസ് ചിക്കൻ ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് ബീഫ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എഗ്ഗ് ഇട്ടാണെങ്കിൽ നമുക്കിത് പറ്റും കേട്ടോ. ഈ ഹോസ്റ്റലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് കറികളൊക്കെ വെക്കുന്ന ഒത്തിരി പിള്ളേർ ഇപ്പോൾ ഒത്തിരി പേര് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ചിക്കനൊന്നും ഹോസ്റ്റലിൽ കയറ്റാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് ഈ സംഭവം ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻ കേസ് ചിക്കൻ ഇല്ലെങ്കിൽ എഗ്ഗ് ഇട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റും എന്നുള്ളത് ഞാനൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. ശരിക്കും പറയാലോ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒരുമിച്ച് യോജിപ്പിച്ചൊക്കെ എടുത്ത് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കറി ഒന്ന് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവിയെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 വിസിലെടുത്തു നമ്മുടെ ചിക്കൻ ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തിലോട്ട് നമ്മുടെ ആ തേങ്ങയുടെ മിക്സ് നല്ലതായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ഇത് നല്ല നമ്മൾ കുക്കർ തുറന്നപ്പോഴത്തേക്കും ചിക്കൻ ഇങ്ങനെ നല്ല തിളച്ച് കറക്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് താന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് അതിനകത്തിലോട്ട് ആഡ് ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മുടെ ആ തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം പിന്നിട്ട് ചൂടാക്കരുത്. കാരണം ഒത്തിരി നേരം നമ്മൾ ഈ നമ്മുടെ തേങ്ങ അരച്ചത് അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് ഒത്തിരി കത്തിക്കുവാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകുന്ന പോലെ ആയിപ്പോൾ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാണാനും ഒരു ഭംഗി കാണത്തില്ല, പിന്നെ ടേസ്റ്റിനകത്തിൽ ഒരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് തേങ്ങാപ്പീരയുടെ ആ ഒരു മിക്സ് ഇട്ട് കഴിഞ്ഞിട്ട് അധികം അങ്ങോട്ട് ചൂടാക്കിയില്ല കേട്ടോ. ഒന്ന് സിമ്മിലിട്ടിട്ട് നമ്മുടെ ആ ഒരു കുഞ്ഞു ബോൾസ് ഇതിനകത്തിലോട്ട് ഇട്ട് കേട്ടോ. അങ്ങനെ എല്ലാ ബോൾസും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും നമ്മൾ മിക്സിങ്ങിലാണ് സംഭവം. കാരണം നമ്മുടെ ആ ഒരു ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ കുഞ്ഞു ബോൾസിനകത്തിൽ കറക്റ്റായിട്ട് യോജിച്ചെടുക്കണം കേട്ടോ. അത് യോജിപ്പിക്കുന്നത് നമ്മുടെ കയ്യിലാണ് നല്ലതായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ. പക്ഷെ അതൊന്നും മാറ്റേഴ്സ് അല്ല. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആ ഗ്രേവി നമ്മുടെ ആ കുഞ്ഞു ബോൾസിനകത്തിൽ പിടിച്ച് കഴിയുമ്പം സംഭവം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ശരിക്കും വിചാരിച്ചില്ല ഇത്ര സക്സസ് ആവും സംഭവം എന്ന്. പക്ഷേ അടിപൊളിയാണ്. വലിയ എഫേർട്ടൊന്നും നമ്മൾ ഇടേണ്ടി വരത്തില്ല. നല്ല സിമ്പിളായിട്ട് അടിപൊളി ഒരു കുഞ്ഞിപ്പത്തൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സംഭവം ഭയങ്കര സിമ്പിളാണ്. അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനിത് ആദ്യമേ തന്നെ കീർത്തിക്കാണ് കൊടുത്തത്. പിന്നെ ഞാൻ ആഷ്ലറ്റിനത് പ്രത്യേകം അവളുടെ പ്ലേറ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെടി, ഇഷ്ടപ്പെട്ടോ? ലോറിക്കോ ആണോ?
സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതെങ്കിലും ഫസ്റ്റ് ടൈം കഴിക്കുക മാത്രമല്ല ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനമേ ഇല്ല. ഞങ്ങൾ ആലപ്പുഴ ജില്ലയും പിന്നെ കോട്ടയം ജില്ലയുമാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ 4 പേരും കേട്ടോ. അപ്പം ഞാനും ഗ്ലോറിയയും പിന്നെ എൻ്റെ ആ ഫ്രണ്ട് കീർത്തി, അവളും ആലപ്പുഴ ജില്ല. ഞങ്ങൾ അടുത്തടുത്ത സ്ഥലങ്ങളിലാണ്. മറ്റേ ആൾ ആഷ്ലെറ്റ് കോട്ടയമാണ്. പക്ഷെ ഞങ്ങളുടെ 2 പേരുടെയും ജില്ലകളിലില്ലാത്ത സാധനം ഇത് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കുന്നത്? അവരും ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളിപ്പോൾ ഇൻ കേസ് കഴിച്ചിട്ടില്ല, ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ആണെങ്കിൽ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, നമുക്ക് പറ്റുന്ന കാര്യം കേട്ടോ. പറ്റുന്ന കാര്യം. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തതാണേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടാണ്, ആരും മിസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ബായ്.